ഹലോ മക്കളെ, എൻ്റെ പേര് മായ. വെൽക്കം ടു ദ വീഡിയോ മായ മാത്സ്. ഞാനൊരു മാത്സ് ടീച്ചറായിരുന്നു. 30 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ റിട്ടയർ ചെയ്തു ആസ് എൻ HM. ഒരു മാത്സിൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതൊന്ന് കാണുക, ഷെയർ ചെയ്യുക. ലെറ്റ് us സ്റ്റാർട്ട് ദ ക്ലാസ്. മക്കളെ, നമുക്ക് 8ാം ക്ലാസ്സിലെ കണക്ക് പഠിച്ചാലോ? ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? Rational numbers. So let us start with the rational numbers. അധികം ലാഗ് ചെയ്യുന്നില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ആദ്യം എന്താണ് റാഷണൽ നമ്പേഴ്സ്, അതിന് എന്തിനാണ് പഠിക്കുന്നത്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം പറയുന്നത്. ഇത്രയും ഇൻട്രൊഡക്ഷൻ അറിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കാം. കാരണം പലർക്കും അറിയാൻ പാടില്ലാത്ത കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എല്ലാവർക്കും അറിയാം. കൗണ്ടിങ് നമ്പേഴ്സ് എന്താണെന്ന് പറയൂ. യെസ്, 1, 2, 3 എക്സെട്ര. ഇതാണ് കൗണ്ടിങ് നമ്പേഴ്സ്. കാരണം നമ്മൾ ഒരു സാധനം എണ്ണുന്നത് 0, 1, 2, 3 എന്ന് എണ്ണാറില്ല. വി സ്റ്റാർട്ട് വിത്ത് 1, 2, 3, 4 എക്സെട്ര. ക്ലിയർ? നെക്സ്റ്റ് ഈസ് whole numbers. What are called whole numbers? Whole numbers. Have you heard of whole numbers? Yes. What are called whole numbers? നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4ൻ്റെ കൂടെ നമ്മൾ 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹോൾ നമ്പേഴ്സ്. നൗ തേർഡ് വൺ. ഇനിയും നിങ്ങൾക്ക് നമ്പേഴ്സ് 7th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ്. എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്? നമുക്കറിയാം. നെഗറ്റീവ് നമ്പേഴ്സ് 0നെക്കാട്ടിലും ലെസ് ആയിട്ടുള്ള നമ്പേഴ്സാണ് നെഗറ്റീവ് നമ്പേഴ്സ്. സോ 0, -1, -2, 1, 2, 3 എക്സെട്ര. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്താകുന്നത്? ഇൻറ്റീജേഴ്സ്. ദേ ആർ കോൾഡ് ഇൻറ്റീജേഴ്സ്. അതായത് കൗണ്ടിങ് മീമുണ്ട്. കൗണ്ടിങ് നമ്പേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലായി, ഹോൾ നമ്പേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലായി, ഇൻറ്റീജേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി വേണ്ടത് ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ നമ്മൾ നിങ്ങൾക്കൊക്കെ മാർക്ക് കിട്ടി കാണുമല്ലേ? അര മാർക്ക്, 11.5, 12.5, 25, അല്ലെങ്കിൽ 12 കഴിയുമ്പോഴത്തെ കുട്ടികൾക്കില്ല. പണ്ടൊക്കെ അര മാർക്ക്, 1/4 മാർക്ക് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഇടയിൽ ഒരു നമ്പർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു നമ്പർ ഉണ്ട്, ആ കിട്ടിയതിൻ്റെ ഇടയിൽ ഒരു നമ്പർ ഉണ്ട്. ദാറ്റ് ഈസ് in between 1 and 2 there are numbers. In between there are so many numbers. That is 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഉള്ള നമ്പർ. നിങ്ങൾ പറയുമായിരിക്കും 1.5 എന്ന്. 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3/2, 2. അപ്പോൾ ഈ 3/2നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പർ. അപ്പോൾ അതിനൊരു ഫോം ഉണ്ട് അല്ലേ? ഒരു ഫോം കാണുന്നുണ്ട്. അതിനൊരു ന്യൂമറേറ്റർ ഉണ്ട്, അതിനൊരു ഡിനോമിനേറ്റർ ഉണ്ട്. So the numbers of the form p/q എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. അങ്ങനെയുള്ളൊരു നമ്പറിനെ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ദാറ്റ് ഈസ് ഇൻ ദ ഫോം p/q, ഇറ്റ് ഈസ് കോൾഡ് എ റാഷണൽ നമ്പർ. പക്ഷെ ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് 1/0, 2/0, 0/5 or 0/10? വാട്ട് ഈസ് ദിസ്? ഇതിനകത്ത് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ന്യൂമറേറ്ററിൽ 0, ഇതോ ഡിനോമിനേറ്ററിൽ 0. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഡിനോമിനേറ്ററിൽ 0 വന്നാൽ എത്രയാണ് ആൻസർ? ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമുക്ക് അറിയാൻ പാടില്ല. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദി ആൻസർ. ദർ ഈസ് ആൻ ആൻസർ ബട്ട് വി ഡോണ്ട് നോ. യെറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്കവേർഡ് വാട്ട് ഈസ് 1/0 or 2/0 or any number by 0. That is not defined. And this answer, what is 0/5 or 0/10 or 0 by any number? That is 0. That is definite. That is 0. The answer is 0. So p/q ഫോമിലുള്ള and q not equal to 0. q ഒരിക്കലും 0 ആവാൻ പാടില്ല.
അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് അടിത്തറയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇനി അങ്ങോട്ടേക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നെക്സ്റ്റ് വീഡിയോയിലാണ്. മക്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. മക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. മനസ്സിലായല്ലോ? ബൈ, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.